കേരള ബ്ലാസ്റ്റേഴ്സിന് ക്ലബ്ബ് ലൈസൻസ് അനുവദിക്കാതിരുന്നതിന് കാരണം കലൂർ സ്റ്റേഡിയത്തിലെ പ്രശ്നങ്ങൾ. കായിക മത്സരങ്ങൾക്ക് മാത്രമായി സ്റ്റേഡിയം ഉണ്ടെങ്കിലേ ലൈസൻസ് ഉള്ളൂ എന്ന നിലപാടിലാണ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ. കലൂർ സ്റ്റേഡിയത്തിൽ കടകളും ഹോട്ടലുകളും പ്രവർത്തിക്കുന്നതും ക്ലബ്ബ് ലൈസൻസ് ലഭിക്കാതിരിക്കാൻ കാരണമായി. ISL മത്സരങ്ങൾ കൊച്ചിയിലെത്താൻ വൻ തുക ബ്ലാസ്റ്റേഴ്സ് പിഴയായി നൽകേണ്ടി വരും. മഹേഷ് പോലൂർ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. മഹേഷ്, കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബിന്റെ ലൈസൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ വിഷയം അത് ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഇഷ്യൂ ഉണ്ടായത്? അമൃത, എല്ലാ വർഷവും ഈ ക്ലബ്ബുകൾ ലൈസൻസ് പുതുക്കേണ്ടതുണ്ട്. ഓരോ സീസണിന് മുൻപ് ക്ലബിന് ലൈസൻസ് പുതുക്കേണ്ടതുണ്ട്. അങ്ങനെ ലൈസൻസ് പുതുക്കുമ്പോൾ അവരുടെ ഹോം ഗ്രൗണ്ടായി തെരഞ്ഞെടുക്കുന്ന മൈതാനം ഏത് എന്നുള്ള ഒരു കാറ്റഗറി ഉണ്ട്. അത് A കാറ്റഗറിയിലാണ് വരുന്നത്. അങ്ങനെ കലൂർ സ്റ്റേഡിയമാണ് സ്വാഭാവികമായും കേരള ബ്ലാസ്റ്റേഴ്സ് ഓപ്റ്റ് ചെയ്ത് നൽകിയത്. പക്ഷെ കലൂർ സ്റ്റേഡിയത്തിന്റെ നിലവിലുള്ള സ്ട്രക്ചറിൽ അല്ലെങ്കിൽ നിലവിൽ അവിടെ പ്രവർത്തിക്കുന്ന കടകളും ഷോപ്പും ഉൾപ്പെടെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത് ഫുട്ബോളിന് മാത്രമായുള്ള ഒരു അല്ലെങ്കിൽ കായിക മത്സരങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു മൈതാനമല്ല എന്നുള്ളൊരു കണ്ടെത്തലാണ് ഇതിന് പിന്നുള്ളത്. ഒരു മൾട്ടി പർപ്പസ് എന്നുള്ള രീതിയിലേക്ക് ഈ സ്റ്റേഡിയത്തെ മാറ്റിയിരിക്കുന്നു. മാത്രമല്ല, നേരത്തെ തന്നെ ഈ സ്റ്റേഡിയത്തിലെ ചില സുരക്ഷാ പ്രശ്നങ്ങൾ നേരത്തെ AFF-ഉം അതുപോലെ തന്നെ ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷനും ഒക്കെ ചൂണ്ടിക്കാണിച്ചതാണ്. അതായത് ഈ സ്റ്റേഡിയത്തിനകത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് ഹോട്ടലുകളുണ്ട്. അതിനകത്തെല്ലാം തന്നെ ഗ്യാസ് സിലിണ്ടറുകളുണ്ട്. ഒപ്പം തന്നെ മണ്ണെണ്ണ ഉൾപ്പെടെ അല്ലെങ്കിൽ ഡീസൽ ഉൾപ്പെടെയുള്ള വസ്തുക്കളുണ്ട്. ഇതെല്ലാം തന്നെ സ്റ്റേഡിയത്തിന് മൊത്തത്തിൽ സുരക്ഷയെ ബാധിക്കുന്നതുമാണ്. സാധാരണഗതിയിൽ ഒരു ക്ലീൻ സ്റ്റേഡിയം എന്നുള്ള ഘട്ടത്തിൽ ഒരു ടീമിന് കൃത്യമായി ഫുട്ബോൾ മത്സരങ്ങൾക്ക് മാത്രമായി ഒരു മൈതാനം അനുവദിച്ചു കിട്ടിയാൽ മാത്രമാണ് ആദ്യഘട്ടത്തിൽ ലൈസൻസ് നൽകുക. കഴിഞ്ഞ തവണയും ഇതേ പ്രശ്നം കേരള ബ്ലാസ്റ്റേഴ്സ് അനുഭവിച്ചിരുന്നു. ഹോം ഗ്രൗണ്ടായി കലൂർ സ്റ്റേഡിയം തന്നെ അന്ന് ലൈസൻസ് നൽകാൻ തയ്യാറായില്ലായിരുന്നു. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ വീണ്ടും ISL മത്സരങ്ങൾ പുനരാരംഭിക്കണം, അല്ലെങ്കിൽ ISL മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന് കേരളത്തിൽ കളിക്കണം എന്നുണ്ടെങ്കിൽ AFF മുന്നോട്ട് വെക്കുന്ന പിഴ അടയ്ക്കേണ്ടതായിട്ട് വരും. കഴിഞ്ഞ തവണ തന്നെ ലക്ഷക്കണക്കിന് രൂപ കെട്ടിവെച്ചാണ് ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിന് ഇറങ്ങിയത്. ഇത്തവണയും അതേ രീതിക്ക് തന്നെ പോവുകയാണ്. എന്തായാലും ഇതോടൊപ്പം തന്നെ കോഴിക്കോടുള്ള സ്റ്റേഡിയവും കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ കുറച്ച് മത്സരങ്ങൾ മലബാറിലേക്ക് മാറ്റാനുള്ള ഒരു ശ്രമവും നേരത്തെ തുടങ്ങിയിരുന്നു. ഇതേ പ്രശ്നം കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിനുമുണ്ട്. കാരണം കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന്റെ താഴ്ഭാഗത്തും കടമുറികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു വശത്ത് പൂർണ്ണമായും കടമുറികൾ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാലും ഫുട്ബോളിന് മാത്രമായി കേരളത്തിൽ ഒരു മൈതാനമില്ല എന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിലേക്ക് നമ്മൾ വിരൽ ചൂണ്ടുന്നത്. ബ്ലാസ്റ്റേഴ്സ് എന്തായാലും അവരുടെ മത്സരങ്ങൾ സ്വാഭാവികമായി ISL മത്സരങ്ങൾ ഉൾപ്പെടെ അവർ വലിയ കരുത്തോടു കൂടി തന്നെ തിരിച്ചു വരാൻ ഒരുങ്ങുകയാണ്. പക്ഷെ അവർക്ക് വിലങ്ങ് തടിയായി നിൽക്കുന്നത് ഇപ്പോൾ സ്റ്റേഡിയത്തിലുള്ള ഈ പ്രശ്നങ്ങളാണ്, സുരക്ഷാ പ്രശ്നങ്ങളാണ്. സുരക്ഷാ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റൊരു തരത്തിലുള്ള പ്രശ്നങ്ങളല്ല. പക്ഷെ ഇതിന് സ്റ്റേഡിയത്തിന്റെ ചുറ്റും 100ഓളം കടകൾ തന്നെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പല തട്ടിലായി ഓഫീസുകളും കടകളും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹോട്ടലുകളും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തിയാണ് ഇപ്പോൾ ലൈസൻസ് റദ്ദാക്കപ്പെട്ടിരിക്കുക, അല്ലെങ്കിൽ ലൈസൻസ് അനുമതി നൽകാതെ ഒരു ഉണ്ടായത്. അത് മറികടക്കണമെങ്കിൽ ഇനി ബ്ലാസ്റ്റേഴ്സിന് ആ പിഴ തുക കെട്ടേണ്ടി വരും. അതെപ്പോൾ എന്നുള്ള ത്തിരിക്കേണ്ടി വരും. എന്തായാലും ISL മത്സരങ്ങളെയോ അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് പങ്കെടുക്കുന്ന മത്സരങ്ങളിലെയോ ഒരു പക്ഷേ ഇത് ബാധിക്കാൻ സാധ്യതയില്ല. പക്ഷെ അപ്പോഴും നമ്മൾ പറഞ്ഞു വെക്കുന്നതാണ്, കേരളത്തിൽ ഫുട്ബോളിന് മാത്രമായി ഒരു മൈതാനം ഇല്ല എന്നുള്ള. കേരളം ഇത്ര വലിയ ഒരു ഫുട്ബോൾ ഒരു പൾസുള്ള ഒരു നാടാണ്. പക്ഷെ നമുക്ക് സ്വന്തമായ ഒരു ഫുട്ബോളിന് മാത്രമായി മൈതാനമില്ല എന്നതിലേക്ക് തന്നെയാണ് ഈ പ്രശ്നങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ശരി, മഹേഷ് പോലൂരാണ് വിവരങ്ങൾ നൽകിയത്.